ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഞങ്ങളുടെ വക വിമൻസ് ഡേ ആശംസകൾ. ഞങ്ങൾ ഇച്ചിരി ലേറ്റായിപ്പോയി ആശംസ പറയാനായിട്ട്, കുറച്ച് തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു. എന്നാൽ എഡൂട്ടനെ സ്നേഹിക്കുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ അമ്മമാർക്കും, ചേച്ചിമാർക്കും, ആൻറ്റിമാർക്കും എല്ലാവർക്കും ഞങ്ങളുടെ ആശംസ പറഞ്ഞിട്ട് പോ. വിമൻസ് ഡേ ആശംസകൾ. എല്ലാ സ്ത്രീകൾക്കും സുരക്ഷയും സമാധാനവും സന്തോഷവും സ്വയം പര്യാപ്തതയും നേടട്ടെ ഞങ്ങൾ ആശംസിക്കുന്നു. എട്ടു പിന്നെ ഞങ്ങൾ വന്നതേ, ഇത് ഈ വിമൻസ് ഡേക്ക് ഞാൻ എടുത്തൊരു തീരുമാനമെന്ന് വെച്ചാൽ, എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എനിക്ക് വർക്ക് ചെയ്യണം. എനിക്ക് പുറത്ത് പോയി വർക്ക് ചെയ്യാൻ എനിക്ക് പറ്റുന്ന സാഹചര്യമല്ല. ഒന്നാമത്തെ കാര്യം, അമ്മ വയ്യാത്തയാണ്, അമ്മയ്ക്കൊരു കാലില്ലാത്തയാണ്. അപ്പോൾ അമ്മയെ വീട്ടിലാക്കിയിട്ട് ഒറ്റയ്ക്കാക്കിയിട്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല. രണ്ടാമത്തെ കാര്യം, എഡൂട്ടൻ ഞാനില്ലാതെ അവന് പറ്റൂല. ഞാൻ രാവിലെ ജോലിക്ക് പോയിട്ട് വൈകിട്ട് വന്ന് ഇതാവുന്ന കാര്യമൊന്നും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല, അവനും പറ്റത്തില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യമെന്ന് വെച്ചാൽ, എനിക്ക് സ്റ്റിച്ചിങ് അറിയാം. അപ്പോൾ ആ സ്റ്റിച്ചിങ്ങിലൂടെ എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കണം എന്ന് എനിക്കൊരാഗ്രഹം. ഞാൻ അത് ചെയ്ത് നോക്കാമെന്നുള്ള രീതിയിൽ കുറച്ച് നൈറ്റ് വെയർ ഡ്രസ്സുകളാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. അതിപ്പം നിങ്ങൾ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ ഒരാഗ്രഹം ഞാനത് നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം എഡി സ്റ്റോറീസ് എന്നും പറഞ്ഞ് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളെ ഈ പേജിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഫേസ്ബുക്കിൻ്റെ ആ ഒരു ഇതിൽ നിന്ന് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളെ, നല്ലതായിട്ടുള്ള പോസിറ്റീവ് ചിന്തകൾ തരുന്ന ഒരുപാട് കൂട്ടുകാരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവരെല്ലാം ഓരോ ദിവസവും വിളിച്ച് ഓരോ മോട്ടിവേഷനാണ് എനിക്ക് തരുന്നത്. ആ മോട്ടിവേഷൻ തരുമ്പോഴത്തേക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. എന്താ പിന്നെ ടാറ്റ പോകണോ? അച്ഛൻ വന്നിട്ടാണ് പോണേ. അപ്പോൾ ആ മോട്ടിവേഷൻ തരുന്നതെന്ന് വെച്ചാൽ, നമ്മളെങ്ങനെ നമ്മളുടേതായിട്ടുള്ളൊരു വരുമാനമാക്കി എടുക്കാമെന്നുള്ള രീതിയിലാണ് എല്ലാവരും സംസാരിക്കുന്നത്. അപ്പോൾ അതെനിക്ക് ഒരു പ്രചോദനമായിട്ട് ഞാനത് മുന്നിൽ കണ്ടിട്ട്, അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്ക് പറ്റത്തില്ല. എനിക്ക് സ്റ്റിച്ചിങ് അറിയാം, എനിക്കൊരു തയ്യൽ മെഷീനുണ്ട്. ഭയങ്കരമായിട്ട് മോഡേൺ അങ്ങനെ ഡ്രസ്സുകൾ തയ്ക്കുന്നതല്ല, എനിക്ക് ഒരുവിധമൊക്കെ അറിയാം. എൻ്റെ മോഡൽ ഡ്രസ്സൊക്കെ ഞാനാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഒരു മോഡൽ കണ്ടു കഴിഞ്ഞാൽ ആ ഫ്രോക്കൊക്കെ ഞാൻ അവർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. എൻ്റെ ഡ്രസ്സും ചേച്ചിയുടെ ഡ്രസ്സും ചേട്ടൻ്റെ മക്കളുടെ ഡ്രസ്സൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ട് എനിക്ക് ഒരു വരുമാന മാർഗമാക്കി മാറ്റാൻ പറ്റുന്നില്ല എന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചു. അപ്പോൾ ഏതൊരു പുരുഷൻ്റെയും വിജയത്തിന് പുറകിൽ ഒരു സ്ത്രീ ഉണ്ടാകുമെന്ന് പറയുന്നത് പോലെ തന്നെ, ഒരു സ്ത്രീയുടെ വിജയത്തിന് പുറകിൽ ഒരു സ്ത്രീയെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകാനും ഒരു പുരുഷനുണ്ടാകും. അതുപോലെ ആ എഡൂട്ടൻ്റെ അച്ഛൻ എന്നെ പുറകെ നിന്ന് ഹെൽപ്പ് ചെയ്തു. നിനക്ക് അത് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നീ ചെയ്യുന്നൊരു പ്രോത്സാഹനം എനിക്ക് തന്നു. അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ അത് തുടങ്ങാം, അത് ചെയ്യാം. നിങ്ങളെങ്ങനെ ഏത് രീതി എടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായവും എൻ്റെ ഒരു തീരുമാനമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് വയ്ക്കുന്നത്. അത് എനിക്കൊരു വരുമാന മാർഗ്ഗം, എനിക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്ത്രീകളത് ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്ത്രീകളത് ചെയ്ത് അവരവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്കും അതെന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു. എനിക്ക് കുറേ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ അതേന്നും പറഞ്ഞ് ചിന്തിച്ചിരുന്നാൽ ഞാനൊരു മാറാരോഗിയായിപ്പോയി ഒരു മൂലയിൽ കിടക്കേണ്ടി വരും. എനിക്കങ്ങനെ കിടക്കാൻ താല്പര്യമില്ല, തീരെ താല്പര്യമില്ല. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ബിസി ആയിട്ടിരിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ആ തിരക്ക് വേണമെങ്കിൽ നമുക്കൊരു ജോലി വേണമല്ലോ. എഡൂട്ടനുണ്ട്, പിന്നെ എപ്പോഴും അവനെ ശല്യം ചെയ്യാൻ പറ്റത്തില്ലല്ലോ. വിൽക്കടാ, വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞ് എപ്പോഴും നമുക്ക് അവൻ്റെ പുറകെ നടക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ അവൻ ഉറങ്ങേണ്ട ടൈമുണ്ട്, ഫുഡിങ്ങിൻ്റെ ടൈമുണ്ട്, അങ്ങനെ പല സമയങ്ങളുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ അവനെ നമ്മൾ ഫ്രീ ആയിട്ട് വിടണം. അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അവൻ എൻ്റെ കൂടെ അവിടെ വന്നിടന്നുറങ്ങും. അവൻ ഉറങ്ങുന്ന ടൈമിനാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അവനും ഉറങ്ങാൻ പറ്റും, എനിക്ക് എൻ്റെ ജോലിയും നടക്കും. മറ്റത് അവൻ ഉറങ്ങുന്ന സമയത്ത് ഞാനും ഉറങ്ങും. വെറുതെ ഉറങ്ങി സമയം കളയുമായിരുന്നു. എന്തിനാ അങ്ങനെ ചെയ്തതെന്നാണ് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത്. അങ്ങനെ എത്ര സമയം വെറുതെ പോയി. അപ്പം നമുക്കുള്ള സമയങ്ങൾ നമ്മൾ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, അതിനകത്തുനിന്നൊരു വരുമാനം കിട്ടുമെങ്കിൽ അതല്ലേ നല്ലത്. അപ്പം ഇന്നത്തെ ഈ വനിതാ ദിനത്തിൽ എനിക്ക് തോന്നിയൊരു ചിന്തയാണ് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് തോന്നി. അപ്പം നിങ്ങൾക്ക് എൻ്റെ സ്റ്റിച്ചിങ്ങിൽ ഇഷ്ടപ്പെടുന്നതുണ്ടെങ്കിൽ നിങ്ങളത് വാങ്ങി എന്നെ ഹെൽപ്പ് ചെയ്യണം. അതുകൂടെ ഞാൻ പറയാം. ഇഷ്ടപ്പെടുന്നത് കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ
ഇതിലെന്ന് വെച്ചാൽ കസ്റ്റമൈസേഷൻ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇപ്പം ഞാൻ ഒരു അളവിന് മാത്രമേ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ. എക്സൽ അളവിന് കുറച്ച് നൈറ്റി ഫ്രോക്കുകളാണ് തച്ച് വെച്ചേക്കുന്നത്. 2 കാറ്റഗറിയാണ്. ഒന്ന് പ്രീമിയം മോഡലും 2 നോർമൽ. പ്രീമിയത്തിലെന്ന് വെച്ചാൽ നമ്മൾ ടോപ്പ് തയ്ക്കുന്ന മെറ്റീരിയൽ അതറിയാമല്ലോ, അത് ഇച്ചിരി കോസ്റ്റ്ലിയാണ്. അപ്പോൾ ആ മെറ്റീരിയൽ എടുത്തിട്ട് അതിൻ്റെ ഫ്രോക്ക് നൈറ്റീസാണ് തച്ചേക്കുന്നത്. മറ്റേത് നോർമൽ നൈറ്റി പീസിൻ്റെ വെച്ച് തന്നെയാണ് അത് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. അത് നോർമലായിട്ടും ഈ നമ്മൾ ടോപ്പിൻ്റെ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്തത് പ്രീമിയം നൈറ്റി ഫ്രോക്കായിട്ടാണ് ഞാനത് ഇപ്പം നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതുണ്ടെങ്കിൽ വാങ്ങണം കേട്ടോ. വാങ്ങി ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം. എഡ്ഡൂട്ട ഇവിടെ ഇല്ല, എഡ്ഡൂട്ടന് ടാറ്റ പോകാനുള്ള ഇതില്ല. അപ്പം ആദ്യം ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് ഈ യെല്ലോ കളറാണ്. സ്ലീവ്ലെസ് ആണ്. നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്ത് കൊടുക്കും. എൻ്റെ യോക്ക് വന്നിട്ടൊരു 3 ഫ്ലവറൊക്കെ വെച്ച് ലേസ് വർക്കൊക്കെ ചെയ്ത് ഇങ്ങനെ വരുന്നതാണ്. സ്ലീവ്ലെസ് ആണ് കേട്ടോ. ഇതെല്ലാം എക്സലിലാണ് ഞാൻ തച്ചേക്കുന്നത്. 47 ഇഞ്ചസ് ലെങ്ത്ത് വരുന്നുണ്ട്, 22 ബ്രെഡ്ത്ത് വരുന്നുണ്ട്. അത് പ്രീമിയം ഇതിലാണ്. ഈ സംഭവം പ്രീമിയത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ടോപ്പിൻ്റെ മെറ്റീരിയലാണ്. ടോപ്പിൻ്റെ മെറ്റീരിയൽ വെച്ച് ലേസ് വർക്കൊക്കെ ചെയ്താണ് അത് ചെയ്തേക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് വരും. എന്തിനാ ടാറ്റ പോവാം നമുക്ക്. ഈ ഒരു സംഭവം ഇവിടെ ഇങ്ങനെ പ്ലീറ്റഡ് ഫ്രോക്കാണ്. ഇത് അടിഭാഗത്ത് ഫ്രില്ലും വന്നിട്ടുണ്ട്. കെട്ടിപ്പിടിക്കുക എഡ്ഡൂട്ടാ. ആ പിന്നെ അടുത്തത് വന്നിട്ട് ഇതും പ്രീമിയം നൈറ്റിയാണ് കേട്ടോ. പ്രീമിയം നൈറ്റിയിൽ ഹക്കോബ വന്നിട്ട് ഇങ്ങനൊരു സ്ലീവാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇത് അടിഭാഗത്ത് ലേസ് വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് ലാസ്റ്റ് വീഡിയോയിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കാം. എനിക്ക് ഉമ്മ വേണ്ട. ഇതാണ് കണ്ടോ, പോയി കാണിക്കുമ്പോഴത്തേക്കാവുമ്പോൾ പോകും. ഇതും പ്രീമിയം മോഡലിലുള്ളതാണ്. നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്ത് കൊടുക്കും. ഇതെല്ലാം എക്സൽ സൈസിലുള്ളതാണ്. ഇത് നോർമൽ ഫ്രോക്ക് നൈറ്റിയാണ്. ഇത് ഒരു സ്ക്വയർ നെക്ക് വരുന്നതാണ്. കയ്യിൽ സ്ലീവിലും ആ ഒരു ഹക്കോബയുടെ അത് വെച്ചിട്ടുണ്ട്. എൻ പോർഷന് നമ്മൾ ഫ്രില്ല് കൊടുത്തേക്കാം. ഫ്രോക്ക് നൈറ്റി അല്ലേ. ഇത് നോർമൽ നൈറ്റി ഫ്രോക്കാണ്. ഇത് പീറ്റർ പാൻ കോളർ വരുന്ന ഒരു ഫ്രോക്ക് നൈറ്റിയാണ്. ഇതൊക്കെ നോർമൽ നൈറ്റി പീസിൽ ചെയ്തതാണ് കേട്ടോ. നെക്സ്റ്റ് ഒരു യെല്ലോ കളറ്. അതിനകത്തും പീറ്റർ പാൻ കോളർ വരുന്നത് വെച്ചിട്ട് കയ്യിൽ ഇത് വെച്ച് എൻ പോർഷനിൽ ഫ്രില്ലും വെച്ചിട്ട് വരുന്ന ഒരു ഫ്രോക്ക് നൈറ്റി. ഇതിനകത്ത് പോക്കറ്റുണ്ടോ? ഇതിൽ പോക്കറ്റുണ്ട്. പോക്കറ്റും വെച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഫ്രോക്ക് നൈറ്റിയാണ്. ഇതിലും അജ്രക്കിൻ്റെ പാച്ചാണ് വെച്ചേക്കുന്നത് കേട്ടോ. പീറ്റർ പാൻ കോളറും എൻഡിൽ നമ്മളെ ഫ്രിൽസും എല്ലാം കൊടുത്ത് നല്ല ഭംഗിയാണ്. നല്ല കോട്ടണാണ്. ഇതെല്ലാം നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ഇടാനും നല്ല സുഖമാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പം ഇത്രയാണ് ഞാൻ അതിൽ
കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും ഒരെണ്ണം മേടിക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക, എന്തെങ്കിലും ചെയ്യുക. മോഡലുകളൊക്കെയാണ് ഞാൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ വേറെ മോഡലുകളും ചെയ്യും. അതെന്ന് വെച്ചാൽ നമ്മൾ പ്രീമിയം മെറ്റീരിയലിലാണ് വേറെ മോഡൽസ് ചെയ്യാനുള്ള പ്ലാൻ ഇട്ടേക്കുന്നത്. പ്രീമിയം മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഇച്ചിരി കോസ്റ്റ്ലി ആണ്. ടോപ്പിൻ്റെ മെറ്റീരിയൽ നല്ല മെറ്റീരിയലുകളാണല്ലോ എടുക്കുന്നത്, ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കസ്റ്റമൈസേഷൻ വഴി ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ വെറുതെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കാം എന്നുള്ള പ്ലാനാണ് ഒന്ന്. പിന്നെ കുറച്ച് സ്റ്റിച്ച് ചെയ്തും വെക്കണം, നമ്മളിപ്പോൾ അല്ലാതെ പറ്റത്തില്ല. അപ്പോൾ വെറുതെ ഇരിക്കുന്ന ടൈമിൽ സ്റ്റിച്ച് ചെയ്യാമെന്ന് വെച്ചു. സ്റ്റിച്ച് ചെയ്യുന്ന സംഭവങ്ങൾ എഡ്ഡി സ്റ്റോറീസിലൂടെ ഇങ്ങനെ കാണിക്കാമെന്ന് വെച്ചു. താല്പര്യമുള്ളവർ വാങ്ങുക. അതിനെക്കുറിച്ച് എന്തെങ്കിലും ആധികാരികമായി പറയാനുള്ളവർ കമൻറ്റ് ചെയ്യുക. എനിക്ക് വേറെ ഒന്നും പറയാൻ അറിയില്ല. അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഞാൻ തുടങ്ങുന്നത്. ചേച്ചിക്കൊരു ഓൺലൈൻ സ്റ്റോർ ഉണ്ടായിരുന്നു. അത് പക്ഷേ എൻ്റെ അസുഖമൊക്കെ കാരണം പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല, സ്റ്റോപ്പായി. ഇപ്പം ഞാൻ വിചാരിക്കുന്നു, ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുന്ന ഫ്രീ ടൈമില്ലേ, ആ ഫ്രീ ടൈമിൽ എന്തായാലും ഒരു മെഷീനുണ്ട്, പവർ മെഷീനുണ്ട്. അപ്പം കുറച്ച് തുണിയെടുത്ത് ഫ്രോക്ക് നൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് വേറെ ഭയങ്കര റിസ്കി ജോലിയൊന്നും അല്ല ഇത്. വീട്ടിലെ കാര്യങ്ങളും നടക്കും, പെൺകുട്ടൻ്റെ കാര്യവും നടക്കും, എല്ലാം നടക്കും ഈ ഒരു സംഭവം ആകുമ്പോഴത്തേക്ക്. അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർ, അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എഡ്ഡിയുടെ അമ്മ സ്റ്റിച്ച് ചെയ്യുന്ന ഫ്രോക്ക് നൈറ്റീസ് എല്ലാവരും വാങ്ങണം അല്ലേ എഡ്ഡു? എല്ലാവരും വാങ്ങണേ. എല്ലായിടത്തും പറ വാങ്ങണേന്ന്. എല്ലാവരും ഫ്രോക്ക് നൈറ്റീസ് വാങ്ങി ഇടണം. ഓക്കെ, ടാറ്റാ ബൈ. പിന്നെ ഫ്രോക്ക് നൈറ്റിയുടെ പിക്കുകളെല്ലാം ഞങ്ങൾ ഫോട്ടോ ആയിട്ട് ഇട്ടേക്കാം. അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക, DM ചെയ്യുക. ഓക്കെ, ബൈ.